അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് H-1B വിസയെക്കുറിച്ച് തന്റെ നിലപാട് മാറ്റി പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ചില പ്രത്യേക മേഖലകളിൽ കഴിവുള്ളവരെ രാജ്യത്തേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ H-1B വിസയെക്കുറിച്ച് കർശന നിലപാട് സ്വീകരിച്ചിരുന്ന ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ മാറ്റം പ്രകടമാക്കിയത്. അമേരിക്കയിൽ തൊഴിലിരതരായ ഉൽപാദന പ്രതിരോധ മേഖലയിലെ സങ്കീർണമായ ജോലികൾക്ക് പരിശീലനം നൽകാതെ പെട്ടെന്ന് ഉപയോഗിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. H-1B വിസ നിയന്ത്രണങ്ങൾ വലിയ മുൻഗണനയായിരിക്കില്ലേ എന്ന ചോദ്യത്തിന് ലോകമെമ്പാടുമുള്ള കഴിവുള്ളവരെ അമേരിക്കയിലേക്ക് കൊണ്ടുവരണമെന്ന് ട്രംപ് മറുപടി നൽകി. അമേരിക്കയിൽ കഴിവുള്ളവർ ഇല്ലേ എന്ന അവതാരകയുടെ ചോദ്യത്തിന് ഇല്ല, നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ചില കഴിവുകളില്ല, ആളുകൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ് ട്രംപ് മറുപടി നൽകിയിരിക്കുന്നത്. ഈ നിലപാട് മാറ്റം വരുന്നത് H-1B വിസ പ്രോഗ്രാമിൽ ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന വലിയ നിയന്ത്രണങ്ങൾക്കിടയിലാണ്. ടെക്നോളജി കമ്പനികൾ പോലുള്ള സ്ഥാപനങ്ങൾ വിദേശ തൊഴിലാളികളെ അമേരിക്കയിൽ നിയമിക്കാൻ ഈ വിസയാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ പ്രൊഫഷണലുകൾ, പ്രത്യേകിച്ച് ടെക്നോളജി ജോലിക്കാരും ഡോക്ടർമാരും H-1B വിസ ലഭിക്കുന്നവരിൽ വലിയൊരു വിഭാഗമാണ്. സെപ്റ്റംബർ മാസത്തിൽ ഡൊണാൾഡ് ട്രംപ് H-1B വിസ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി ചില നോൺ ഇമിഗ്രന്റ് തൊഴിലാളികളുടെ പ്രവേശനത്തിനുള്ള നിയന്ത്രണം എന്ന പേരിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ പ്രഖ്യാപനം പ്രകാരം 2025 സെപ്റ്റംബർ 21 ശേഷം സമർപ്പിക്കുന്ന ചില H-1B അപേക്ഷകർക്ക് യോഗ്യത നേടാൻ അധികമായി $1,00,000 നൽകേണ്ടി വരും. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പിന്നീട് വ്യക്തമാക്കിയത് പുതിയ H-1B അപേക്ഷകൾ സമർപ്പിക്കുന്നവർക്കോ H-1B നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നവർക്കോ മാത്രമാണ് ഈ പുതിയ ഫീസ് ബാധകമാവുക എന്നാണ്. നിലവിലുള്ള വിസ ഉടമകൾക്കും അതിനു മുമ്പ് സമർപ്പിച്ച അപേക്ഷകൾക്കും ഈ മാറ്റം ബാധകമായിരിക്കില്ല. ഈ പ്രഖ്യാപനം പ്രകാരം സെപ്റ്റംബർ 21 ശേഷം സമർപ്പിക്കുന്ന എല്ലാ പുതിയ H-1B വിസ അപേക്ഷകൾക്കും 2026 നറുക്കെടുപ്പിനുള്ള അപേക്ഷകൾക്കും $1,00,000 അധികമായി നൽകണം. ഇതൊരു വലിയ മാറ്റമാണ്. കാരണം മുമ്പ് H-1B വിസ ലഭിക്കാൻ ഇത്രയധികം പണം അധികമായി നൽകേണ്ടി വന്നിരുന്നില്ല. ഇത് വിദേശ തൊഴിലാളികൾക്ക് അമേരിക്കയിൽ ജോലി നേടുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കും. പ്രത്യേകിച്ച് ടെക്നോളജി മേഖലയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ ഇത് സാരമായി ബാധിക്കും. എന്നാൽ ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ ഈ വിഷയത്തിൽ ഒരു അയവുണ്ടാക്കുന്നതായാണ് സൂചന നൽകുന്നത്. H-1B വിസകളെ കുറിച്ചുള്ള ട്രംപിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന വാക്കുകൾ സാമ്പത്തിക മത്സരക്ഷമത, ദേശീയ സുരക്ഷ ആശങ്കകൾ, തൊഴിൽ സംരക്ഷണം, കുടിയേറ്റ എൻഫോഴ്സ്മെന്റ് എന്നിവ തമ്മിലുള്ള സങ്കീർണമായ പിരിമുറുക്കങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇത് ദീർഘകാലമായി വൈദഗ്ധ്യമുള്ള തൊഴിലാളി പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ചർച്ചകളിൽ നിലനിന്നിരുന്നു. പ്രസിഡന്റ് ഇപ്പോൾ നൂതന നിർമ്മാണ സാങ്കേതിക വിദ്യാ മേഖലകളിൽ പ്രത്യേക വിദേശ പ്രതിഭകളുടെ ആവശ്യകത ഊന്നി പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഭരണകൂടം $1,00,000 ചാർജ്, പ്രൊജക്ട് ഫയർവാൾ അന്വേഷണങ്ങൾ എന്നിവയിലൂടെ പ്രോഗ്രാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും കർശനമായ എൻഫോഴ്സ്മെന്റ് ഫീസ് നയങ്ങൾ തുറന്നും നടപ്പാക്കുന്നുണ്ട്. US ചേംബർ ഓഫ് കൊമേഴ്സ്, പ്രമുഖ സർവകലാശാലകൾ എന്നിവയിൽ നിന്നുള്ള നിയമപരമായ വെല്ലുവിളികൾ തുടരുകയാണ്. ട്രംപ് വലിയ ഫീസ് വർധനവ് ഏർപ്പെടുത്തി തന്റെ എക്സിക്യൂട്ടീവ് അധികാരം ലംഘിച്ചോ എന്ന് കോടതികൾ അന്തിമമായി തീരുമാനിക്കുകയും ചെയ്യും. H-1B പ്രോഗ്രാമിൽ ആധിപത്യം പുലർത്തുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഈ അനിശ്ചിതത്വം തൊഴിൽ സാധ്യതകളെയും US-ഇന്ത്യ പ്രൊഫഷണൽ മൊബിലിറ്റിയുടെ ഭാവിയെയും കുറിച്ച് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പ്രൊജക്ട് ഫയർവാൾ അന്വേഷണങ്ങളിലൂടെ ഇതിനകം $15 മില്യൺ അധികം ശമ്പള കുടിശ്ശിക കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ 175 അന്വേഷണങ്ങൾ തൊഴിൽദാതാക്കളെ ലക്ഷ്യമിടുന്നുണ്ട്. അമേരിക്കക്കാർക്ക് കഴിവില്ല എന്ന ട്രംപിന്റെ പ്രസ്താവന ആധുനിക നിർമ്മാണ പ്രതിരോധ വ്യവസായങ്ങൾക്ക് ആവശ്യമായ സങ്കീർണമായ സ്ഥാനങ്ങൾ ഉടനടി നിറയ്ക്കാൻ അമേരിക്കൻ തൊഴിലാളി വർഗത്തിന് കഴിയില്ല എന്നതിന്റെ ഒരു അപൂർവ സമ്മതമാണ്. ഈ വാക്കുകളിലെ മൃദുലത നയപരമായ മാറ്റങ്ങളിലേക്ക് നയിക്കുമോ അതോ പ്രസിഡന്റിന്റെ ഈ വിഷയത്തിലുള്ള സ്ഥിരതയില്ലാത്ത പ്രസ്താവനകളെ പ്രതിഫലിപ്പിക്കുമോ എന്നത് കേസുകൾ മുന്നോട്ട് പോകുമ്പോഴും എൻഫോഴ്സ്മെന്റ് നടപടികൾ തുടരുമ്പോഴും കണ്ടറിയേണ്ടതാണ്.